ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഫ്രൂട്ട് കണ്ടിട്ടുണ്ടോ? ഇന്ന് ചേട്ടായി പുറത്ത് പോയി വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന ഒരു ഫ്രൂട്ടാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്രൂട്ട് കാണുന്നത്. കാഴ്ചയിൽ ഇതൊരു വലിയ തക്കാളിയുടെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചപ്പോൾ ഇതിൻ്റെ പേര് കാക്കപ്പഴം എന്നാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അറിയാമെന്ന് കരുതി യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിനെപ്പറ്റി ഞെട്ടിക്കുന്ന ആ വിവരം ഞാൻ അറിഞ്ഞത് ഗൈസ്. ജപ്പാൻ്റെ നാഷണൽ ഫ്രൂട്ടായ പെർസിമൺ ഫ്രൂട്ടാണിത്, അതായത് കാക്കപ്പഴം. ഈ ഫ്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. വൈറ്റമിൻസിൻ്റെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും കലവറയാണ് ഈ ഫ്രൂട്ട്. അതുപോലെ തന്നെ പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം എന്നിവ കൂടുതലായിട്ട് ഈ ഫ്രൂട്ട്സിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഫൈബർ കണ്ടൻറ്റ് ഏറ്റവും അധികമുണ്ട്. ഇതിലെല്ലാത്തിലുപരി ഞാൻ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് കഴിച്ചിട്ടില്ല. അങ്ങനെ കഴിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും എനിക്ക് ഇഷ്ടപ്പെടാറില്ല കേട്ടോ. പക്ഷേ ഈ ഫ്രൂട്ട് ഒരു രക്ഷയില്ല ഗൈസ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല മധുരമുണ്ട്, നല്ല ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ സീഡ് എന്തെങ്കിലും കാണുമെന്ന് കരുതിയെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു സീഡും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ ഫ്രൂട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിതിൻ്റെ തൊലി കളഞ്ഞാണ് കഴിച്ചത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നമുക്കിത് അങ്ങനെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ഫ്രൂട്ട്സ് ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ എന്നെപ്പോലെ ഈ ഫ്രൂട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ ഫ്രൂട്ട് വാങ്ങി കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. ഓക്കെ, ഇതിൻ്റെ പേരാണ് പെർസിമൺ ഫ്രൂട്ട്.